എല്ലാ ഒന്നാം തീയതി അടുക്കുമ്പം വിചാരിക്കും മലയ്ക്ക് പോകണം. ഓരോ കാരണവശാൽ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാരണം അത് പോകാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം പെട്ടെന്ന് തീരുമാനമെടുത്ത് മലയ്ക്ക് അങ്ങ് പോയി. കോടമഞ്ഞുമൊക്കെ താണ്ടി സന്നിധാനത്ത് എത്തിച്ചേർന്നു. ഏകാന്തമായ യാത്രകളാണ് എപ്പോഴും സുഖം. എൻ്റെ സമയം, എൻ്റെ തീരുമാനം. ഞാനത് വളരെയധികം സന്തുഷ്ടനുമാണ്. അങ്ങനെ കൃത്യം 11 മണിയായപ്പം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ നല്ല രീതിയിൽ കണ്ട് തൊഴുതു മടങ്ങുമ്പോഴാണ് ഭസ്മക്കുളം കണ്ടത്. താഴെ കാണുന്നതാണ് ഭസ്മക്കുളം. ഇവിടെ എന്നപ്പോൾ ഒരു പൂതി ഒന്ന് പോയി കുളിച്ചാലോ എന്ന് പോയിട്ട് വരാം. പണ്ട് ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ടെൻ്റൊക്കെ കെട്ടി ഈ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു. അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നല്ല വൃത്തിയും ശുദ്ധിയും അടിപൊളിയായിട്ട് കിടക്കുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം വെള്ളത്തിലങ്ങ് കിടന്ന്. ഭഗവാന്റെ സന്നിധാനത്തിൽ നിന്ന് തൊട്ട് ബാക്കിലായിട്ട് താഴോട്ടൊരു സ്റ്റെപ്പ് കിടപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഭസ്മക്കുളത്തിലോട്ട് പോകുന്നത്. വഴി അറിയാത്തവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇറങ്ങി കുളിക്കണം. നല്ല തെളിമയുള്ള നല്ല വെള്ളമാണ്. അങ്ങനെ ഭസ്മക്കുളത്തിലൊക്കെ പോയി കുളിച്ച് മാളികപ്പുറത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വർഷമായി. 2008 ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വന്നിട്ട് ഭസ്മക്കുളത്തിൽ കുളിച്ചത്. പിന്നെ വരുന്ന സമയത്തെല്ലാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഭസ്മക്കുളത്തിൽ കുളിക്കാനും പറ്റിയില്ല. അങ്ങോട്ട് പോകുന്ന വഴി അങ്ങ് മറന്നുപോയി. ഇന്ന് ഞാൻ വന്ന് വഴിയൊക്കെ കണ്ടുപിടിച്ച് സന്നിധാനം അയ്യപ്പസ്വാമിയുടെ സമാധി സ്ഥലം മണിമണ്ഡപം മലയിറങ്ങുകയാണ്. മലയണ്ണാൻ ഇത്ര അടുത്ത് കാണുന്നതും ആദ്യമായിട്ടാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതി വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ആരും ഒന്നും കൊടുക്കരുതെന്ന്. കാരണം നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളല്ല ഇവയുടെ ഭക്ഷണങ്ങൾ. സ്നേഹം കൊണ്ടും കൗതുകം കൊണ്ടും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിത്തുങ്ങൾക്ക് നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുക്കുന്നത് വാങ്ങി തിന്ന് ധാരാളം ജീവജാലങ്ങൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. സാധാരണഗതിയിൽ സിംഹവാലൻ കുരങ്ങുകളെയും കാണാൻ പറ്റാത്തതാണ്. ഈ പ്രാവശ്യം ധാരാളം സിംഹവാലൻ കുരങ്ങുകളായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും നമ്മൾ സീസൺ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം അങ്ങ് ഉൾക്കാടുകളിലായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഒരു പുതിയൊരു ഐറ്റത്തെയും കൂടെ കാണാൻ പറ്റി. ഫോറസ്റ്റ് വാഹനങ്ങളും ട്രാക്ടറും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു സ്ഥലം കയറ്റം കയറി വരുമ്പം ഈ ഒരു സ്ഥലം എത്താൻ വേണ്ടി കാത്തിരിക്കും. ഇവിടെയുള്ള ഇച്ചിരി സമതലമായിട്ടുള്ള പ്രദേശം, കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. ഇവിടെയുണ്ട് നമ്മൾ പറഞ്ഞ് നേരത്തെ കണ്ട സിംഹവാലൻ കുരങ്ങുകൾ എന്തൊക്കെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിൽ എത്ര മണിക്കൂറാണെന്നറിയാമോ ഇവിടെ ക്യൂവിലിരുന്നത്. ഇപ്പോൾ ഇതിലെ കൂടെ പോകുമ്പോൾ എന്തൊരു സമാധാനമെന്ന് അറിയാമോ. ഇതാണ് ശരംകുത്തിയാൽ. ഇപ്പോൾ ഇവിടെ ആലൊന്നുമില്ല, പകരം തേങ്ങയടിക്കുന്നിടമായിട്ടുണ്ട്. അവിടെയും കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് മടങ്ങി. ഈ കാണുന്ന ഏരിയ നല്ല സൂപ്പർ വ്യൂ പോയിൻ്റാണ്. അവിടെയും കയറി കുറച്ച് നേരം ഒന്ന് നിന്ന് അവിടുന്ന് മടങ്ങി. എല്ലായിടവും ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ചെറുതായിട്ട് മഴ പൊടിച്ചു തുടങ്ങി. അങ്ങനെ പമ്പയിലെത്തി. ഇത് പമ്പയുടെ ഇങ്ങേ അറ്റമാണ്. അതായത് കന്നിമൂല ഗണപതി ഭഗവാന്റെ പടി കയറുന്നതിന് തൊട്ട് സമീപത്തുള്ള ഈ വഴി കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പമ്പ ക്രോസ് ചെയ്യുന്നത്. നല്ല മീനുകളെയൊക്കെ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പമ്പയിൽ ഇത്രയും വലിയ മീനുകളെ ഞാൻ കാണുന്നത്. കുറേ നേരം അവറ്റങ്ങളുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ നോക്കി നിന്നു. ഈ ഭാഗത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, എല്ലാ വേസ്റ്റുകളും ഒന്ന് അടിഞ്ഞിടക്കുന്നിടവാണ്. അങ്ങനെ അവിടുന്ന് തിരിച്ച് അതിൻ്റെ മറുകരയിൽ വന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. കുറേ ആളുകൾ എൻ്റെ കാല് വൃത്തിയാക്കാനായിട്ട് എൻ്റെ അരികിലേക്ക് ഓടിയെത്തി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അവർക്ക് ഇച്ചിരി പണിയൊക്കെ കൊടുത്തങ്ങ് നിന്നു. നല്ല രസമാണെന്നേ. ഇതൊക്കെയല്ലേ ഒരു മനസ്സിന് കിട്ടുന്ന സായുജ്യം, സാഫല്യം എന്നൊക്കെ പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ സമയങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകാന്തമായിരിക്കണം. ഇല്ല, ഏകാന്തമായ യാത്രകളായിരിക്കണം.
അതാണ് ഏറ്റവും നല്ല സുഖം തരുന്നത്. മഴ സീസണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളാണ് ഇവയെല്ലാം. അങ്ങനെ മലയിറങ്ങി പാറയിലൂടെ ഒലിച്ചിറങ്ങുന്ന മനോഹരമായ കുളിർമ ഇതെല്ലാം വളരെയധികം ആസ്വദിച്ച് കാലൊന്ന് നനയ്ക്കുകയും ചെയ്തു. ഒടുവിൽ വീട്ടിൽ എത്തി നോക്കുമ്പം അട്ട ചോരയൂറ്റി കുടിച്ച് ചെരുപ്പുമായിട്ട് ചേർന്ന് പൊട്ടിയിരിക്കുന്നു. അപ്പം സൂക്ഷിക്കുക, വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.